നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. യുവതലമുറയെ ലഹരി അടിമപ്പെടുത്തുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ലഹരി വിപത്തിനെതിരെ അധ്യാപക കവചം എന്ന പേരിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കൊട്ടാരക്കര KSRTC സ്റ്റാൻഡിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കൊട്ടാരക്കര സബ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ബോധവൽക്കരണ പരിപാടി. സബ് ജില്ലാ സെക്രട്ടറി അഭിലാഷ് SS ആണ് ഉദ്ഘാടനം നിർവഹിച്ചത്. DYSP ബൈജുകുമാർ K ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സിവിൽ എക്സൈസ് ഓഫീസർ അനീസ E ആയിരുന്നു പരിപാടിയുടെ ക്യാപ്റ്റൻ. ലഹരിയുടെ വർദ്ധിച്ചുവരുന്ന ഉപയോഗത്തിനെതിരെ അത് കുട്ടികളിലും വളർന്നുവരുന്ന തലമുറകളിലും ഉണ്ടാക്കുന്ന വിനാശകരമായ അപകടത്തെ കുറിച്ചൊക്കെ നമ്മൾ ബോധവൽക്കരണം നടത്താറുണ്ട്. കേരളത്തിലെ 14 ജില്ലകളിലും KSCയുടെ നേതൃത്വത്തിൽ ഇന്നേ ദിവസം ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ KSCയുടെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് നടത്തിയപ്പോൾ രൂപീകരിച്ച ടീച്ചേഴ്സ് പീരീഡിന്റെ ആഭിമുഖ്യത്തിൽ ഒരു പുതിയ പ്രവർത്തനമെന്ന നിലയിൽ തന്നെ ഈ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന ഒരു കർമ്മപരിപാടി ഇന്നേ ദിവസം ഏറ്റെടുത്തിരിക്കുകയാണ്. കൊട്ടാരക്കര സബ് ജില്ലയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പരിപാടി ഇന്നേ ദിവസം ഇവിടെ നടത്തുകയാണ്. കൊട്ടാരക്കര ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ശ്രീ ബൈജുകുമാർ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ക്രിമിനൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും നമ്മുടെ രാജ്യത്തെയും തകർക്കത്തക്ക രീതിയിൽ അത് വളർന്നു വരികയും ചെയ്യുക. അപ്പൊ ഇതിനെതിരെ പോലീസ് അല്ലെങ്കിൽ എക്സൈസ് മാത്രം പ്രവർത്തിച്ചതുകൊണ്ട് കാര്യമില്ല. കാര്യം അവരുടെ ശൃംഖല എന്ന് പറയുന്ന വളരെ വലുതായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടി നാം എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെതിരെ പ്രതികരിച്ചേ മതിയാകും. സമൂഹത്തിലുണ്ടായ ഈ മാറ്റത്തിൽ ഈ ലഹരിയുടെ ഉപയോഗം നമുക്ക് എന്തെല്ലാം രീതിയിൽ മാറ്റാൻ സാധിക്കുമോ തടയാൻ സാധിക്കുമോ അതിനുള്ള ശ്രമങ്ങളെല്ലാം നമ്മൾ ഓരോരുത്തരും ചേർന്നുകൊണ്ട് തന്നെ കൂട്ടായിട്ട് ഒരു ശ്രമം ആവശ്യമാണ്. പോലീസിന്റെ ഭാഗത്തുനിന്നും എക്സൈസിന്റെ ഭാഗത്തുനിന്നും ഒക്കെ പല പല രീതിയിലുള്ള പ്രോഗ്രാമുകൾ അവയർനെസ് ക്ലാസുകളും മറ്റ് പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ പുതുതായിട്ട് റെസിഡൻസ് അസോസിയേഷനുകൾ തെരഞ്ഞെടുത്ത് ആ ഓരോ റെസിഡൻസ് അസോസിയേഷനിലെയും ആൾക്കാരെ കൊണ്ട് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയും ആ നാട്ടിൽ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ഇതിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടി അവരെ കാര്യപ്രാപ്തമാക്കുന്നതിന് വേണ്ടി പോലീസും എക്സൈസും ഒക്കെ പ്രവർത്തിക്കുക. അതുപോലെ തന്നെ സ്കൂൾ തലങ്ങളിൽ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകളുണ്ട്, SPGs ഉണ്ട്. അപ്പോൾ ഈ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകൾ വഴി കുട്ടികളെ ബോധവാന്മാരാക്കിക്കൊണ്ട് ഏതെല്ലാം രീതിയിൽ നമുക്ക് ഇതിനെ തടയാൻ സാധിക്കുമോ ആ രീതിയിലെല്ലാം തടഞ്ഞേ നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചേ മതിയാകും. അപ്പോൾ ഈ സർക്കാരിന്റെ ഈ നയത്തിന് വേണ്ടി പോലീസിന്റെയും എക്സൈസിന്റെയും ഈ നയത്തിന് വേണ്ടി സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി KSCA ഇങ്ങനെയുള്ള പ്രചരണ പരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ ആദ്യമൊന്നോളം സംസ്ഥാനത്തുടനീളം തുടങ്ങിയിരിക്കുന്ന ഈ പദ്ധതി ഇന്ന് എല്ലാ ജില്ലകളിലും ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. കൊട്ടാരക്കര സബ് ജില്ലയുടെ നേതൃത്വത്തിൽ ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള KSCAയുടെ ഭാരവാഹികൾക്ക് എല്ലാവിധ ആശംസകളും ഞാൻ ആദ്യമേ അർപ്പിച്ചുകൊള്ളുന്നു. കാരണം അവരുടെ ഈ ശ്രമം വിജയിക്കാൻ നമ്മൾ ഓരോരുത്തരും അവരെ സഹായിക്കേണ്ടതാണ്, അവരെ അസിസ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇതിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ന് ഒരു രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് എല്ലാവരിലും എത്തിക്കുക എന്നുള്ളതാണ് ആദ്യ നടപടിയായിട്ട് തന്നെ ചെയ്യുന്നത്. തുടർന്നും ഇതിന്റെ പ്രവർത്തനം ഉണ്ടാകും എന്ന് അറിയിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ക്ലാസ്സിനെ ഇത് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഒരു അവബോധ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി, ഒരു അവയർനെസ് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ടും ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. DYSP സാറ്
അതുപോലെ പ്രിയപ്പെട്ട അധ്യാപകരെ, മറ്റ് സുഹൃത്തുക്കളെ, ഏവർക്കും നമസ്കാരം. ഇപ്പോൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇത്തരം ഒരു പരിപാടി ലഹരിക്കെതിരെ സംഘടിപ്പിച്ച അതിന്റെ എല്ലാ ഭാരവാഹികൾക്കും എല്ലാവിധ ആശംസകളും ആദ്യം തന്നെ അറിയിക്കുന്നു. അപ്പൊ നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്ന എല്ലാ പുരോഗതിയുടെയും പിന്നിൽ, അതായത് നമുക്കറിയാം നമ്മളിപ്പോ നമ്മളുടെ വിരൽത്തുമ്പിൽ എല്ലാം കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ, നമ്മളിപ്പോ വീട്ടിലിരുന്നുകൊണ്ട് നമ്മൾ കറണ്ട് ബില്ല് അടയ്ക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ദൂരെ നിൽക്കുന്ന ഒരാൾക്ക് ജിപേ വഴി നമ്മൾ ക്യാഷ് അയച്ചു കൊടുക്കുന്നു. അതുപോലെ ശാസ്ത്ര സാങ്കേതിക രംഗത്തേക്ക് നോക്കിയാൽ തന്നെയും എല്ലാം ഡിജിറ്റൽ ആവുകയും അതുപോലെ ഇത്രയും പുരോഗതി കൈവരിക്കുകയൊക്കെ ചെയ്തതിന്റെ പിന്നില് നല്ല ചിന്താശേഷിയും അതുപോലെ നല്ല വിവേചന ബുദ്ധിയുള്ള ഒരു തലമുറ ഉണ്ടായിരുന്നു. ആ ഒരു തലമുറയുടെ അവരുടെ ഒരു പ്രവർത്തന ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ പുരോഗതികളെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായത്. എന്നാൽ ഇന്ന് കാണുന്ന ഒരു യുവതലമുറ എന്ന് പറയുന്നത് ആ ഒരു ചിന്താശേഷിയും ആ ഒരു വിവേചന ബുദ്ധിയും എല്ലാം നശിച്ചു പോകുന്ന ഒരു കാലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അമിതമായ ലഹരിയുടെ ഉപയോഗം ആ ഒരു യുവതലമുറയുടെ ചിന്താശേഷിയെ വിവേചന ശക്തിയെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തില്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തില് ഇതൊന്നും പുതിയ സംഭവങ്ങളല്ല, പുതുതായിട്ടുണ്ടായ കാര്യങ്ങളല്ല, ഇതെല്ലാം നേരത്തെ തന്നെ ഇവിടെ നിലവിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ അതിന്റെ ആ ഒരു വ്യാപ്തി ഒരുപാട് അതീതമായി, അതായത് ഇപ്പൊ അധ്യാപക സംഘടനയെ പറ്റി പറയുവാണെങ്കിൽ ഒരു കുട്ടിയെ നമ്മൾ സ്കൂളിൽ കൊണ്ട് ചേർക്കുമ്പോൾ, ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 1ാം ക്ലാസ്സിൽ ചേർക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു LKG ക്ലാസ്സിൽ ചേർക്കുന്ന ഒരു കുട്ടി, നമ്മള് പേരൻസ് എങ്ങനെയാണോ ആ കുട്ടിയുടെ ഓരോ വളർച്ചയും ഓരോ മാറ്റങ്ങളും നോക്കി കാണുന്നത്, അതുപോലെ തന്നെ നോക്കി കാണുന്നവരാണ് അധ്യാപകരും.